യേശു കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കും. യേശു പറയുക, നിങ്ങൾക്ക് എന്നിൽ ക്രിസ്തുവിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട്, അല്ലെങ്കിൽ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. യേശു പറയുക ശിഷ്യന്മാരോട്. എന്നിട്ട് എന്താ പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോൾ ലോകത്തിൽ നമുക്ക് എന്തുണ്ട്? ഭക്തിയോടെ ജീവിക്കുമ്പോൾ കഷ്ടമുണ്ട്. കേൾക്കുന്നുണ്ടോ പ്രിയരെ? ദൈവഭക്തിയോടെ, ക്രിസ്തുവിൻ്റെ ഭക്തിയോടെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. യേശു കർത്താവ് പറയുക, എങ്കിലും, ആ പദം കണ്ടോ? എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് കഷ്ടമുണ്ട്. പൗലോസ് പറയുന്നു, ദൈവശക്തിയുടെ തേജസ്സിനൊത്തവണ്ണം നിങ്ങൾ കഷ്ടം സഹിക്കണം, എന്നോടുകൂടെ കഷ്ടം സഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിക്കുകയാണ്, ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് അതിനെ താങ്ങിപ്പറയുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും, അവിടെയാണ് വിഷയം, ധൈര്യപ്പെടുവീൻ.